أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ربنا إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فآمنا ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. കഴിഞ്ഞ ക്ലാസ്സിൽ സയ്യിദിന ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളെ വിശ്വസിച്ചതുകൊണ്ട് നമുക്കെന്ത് നേട്ടം? സാധാരണഗതിയിൽ ഖുർആനും ഹദീസും അതല്ലെങ്കിൽ നബി തിരുമേനിയുടെ തിരുചര്യയും വിശുദ്ധ ഖുർആനും നിലനിൽക്കെ സാധാരണ മുസ്ലിങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നു, സക്കാത്ത് നൽകുന്നു, ഹജ്ജ് ചെയ്യുന്നു, നമസ്കരിക്കുന്നു, ഷഹാദത്ത് നൽകുന്നു. ഇതൊക്കെ ഉണ്ടായിരിക്കെ പിന്നീട് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പുതുതായിട്ട് എന്താണ് നമുക്ക് നൽകിയത്? തബ്ലീഗ് രംഗത്തും നമുക്ക് എപ്പോഴും അഭിമുഖീകരിക്കേണ്ട ഒരു ചോദ്യമാണിത്. അതേസമയത്ത് അവർ ചോദിക്കുന്നത് പുതിയതായിട്ട് എന്ത് നിങ്ങൾക്ക് പുതിയത് കിട്ടിയിട്ടുണ്ട്? ഞങ്ങളും ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നു, ആ ഇസ്ലാം അനുസരിച്ച് പുതൊന്നും കൊണ്ടുവന്നിട്ടില്ല എന്ന് നിങ്ങൾ പറയുകയും ചെയ്യുന്നു. പിന്നെ എന്ത് മാറ്റമാണ് ഉണ്ടായത്? തബ്ലീഗ് രംഗത്തെക്കാൾ ഉപരി നമുക്ക് നാം ആരാണെന്ന് മനസ്സിലാക്കാനും ഇത് അനിവാര്യമാണ്. അതല്ലെങ്കിൽ നമുക്ക് തന്നെ അഹമ്മദിയത്ത് സ്വീകരിച്ച് അതിനെക്കുറിച്ച് അന്വേഷിച്ച് കണ്ടെത്തി അഹമ്മദിയത്ത് സ്വീകരിക്കാത്ത ജന്മന അഹമ്മദികളായ ആളുകൾ, അതല്ലെങ്കിൽ ഗഹനമായി അഹമ്മദിയത്തിനെ പഠിക്കാൻ ഭാഗ്യം കിട്ടാത്ത പ്രാഥമിക ദൃഷ്ടിയിൽ സത്യമെന്ന് കരുതി സ്വീകരിച്ച ആളുകൾ, മറ്റൊന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ പഠനം നിർത്തിവെക്കാം, നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തിപ്പോയി എന്ന നിലയിൽ നിലകൊള്ളുന്ന ആളുകൾ. അനുഭാവിയായിരിക്കുമ്പോൾ ഓരോ കാര്യങ്ങളും ചിന്തിക്കുകയും പഠിക്കുകയും പുതിയ കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യും. പക്ഷെ ബയ്യത്ത് ചെയ്ത് കഴിഞ്ഞ് വന്നാൽ പിന്നീട് നമ്മൾ എത്തേണ്ട സ്ഥലത്തേക്ക് എത്തി എന്നൊരു തോന്നൽ. ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ വിഷയം അനിവാര്യമായും പഠിക്കേണ്ടതാണ്. അഹമ്മദിയത്ത് കൊണ്ട് നമുക്ക് എന്ത് ലഭിച്ചു? അതല്ലെങ്കിൽ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിച്ചത് കൊണ്ട് നമുക്ക് എന്ത് ലഭിച്ചു? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള മിഥ്യാധാരണകളും തെറ്റുധാരണകളും അത് മുസ്ലിങ്ങളിലും ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികളിലും മറ്റ് മതസ്ഥരിലും ഒരുപോലെ നിലകൊള്ളുന്ന വാദങ്ങൾ, അതിനെ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങനെ തിരുത്തി, അതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത്. ചില ഭാഗങ്ങളിൽ അത് അവശേഷിക്കുന്നുണ്ട്. പക്ഷേ അതങ്ങനെ ഒന്ന് മാത്രം എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ക്ലാസ് ഞാൻ വിചാരിച്ചതിലും നീണ്ടുപോകും എന്ന് കരുതി ആ വിഷയത്തെ ഇന്ന് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 6-7 പോയിന്റുകൾ എടുത്തു പറഞ്ഞിരുന്നു. ഏകദേശം 12ഓളം കാര്യങ്ങളിൽ മൊത്തത്തിൽ, അത് വീണ്ടും അതിന് ശാഖോപശാഖകളുണ്ട്, 12ഓളം കാര്യങ്ങളിൽ അള്ളാഹുവിനെക്കുറിച്ച് തെറ്റായി വിശ്വസിച്ച വിശ്വാസങ്ങളും അതിൻ്റെ നിജസ്ഥിതികൾ എന്താണെന്നും മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വിശദീകരിച്ചത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ 2 വശങ്ങൾ കൂടെ മനസ്സിലാക്കിയിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ഒന്ന്, അള്ളാഹുവിനെക്കുറിച്ച് തെറ്റായ ധാരണ ഉണ്ടെങ്കിൽ അവന് അള്ളാഹുവിൽ യഥാർത്ഥത്തിലുള്ള വിശ്വാസം ഉണ്ടാവുകയില്ല, അള്ളാഹുവിനെ സ്നേഹിക്കാനും കഴിയുകയില്ല, അള്ളാഹുമായി അടുക്കാനും കഴിയുകയില്ല. അള്ളാഹുവിനെ കൊണ്ട് അവൻ എന്താണോ കാര്യം, അവൻ്റെ ജീവിതത്തിൽ എന്താണ് റോളെന്ന് അവന് മനസ്സിലാകാതെ മൃഗവും മനുഷ്യനും തമ്മിൽ വ്യത്യാസമില്ലാത്ത ഒരു നിലയിൽ നടക്കും. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ പറയുണ്ടായി,
അള്ളാഹുമായി ബന്ധം പുലർത്താത്ത ഒരാൾ, അതല്ലെങ്കിൽ അതിന് ശ്രമിക്കാത്ത ഒരാൾ. ഒന്നുകൂടെ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വാക്കുകൾ തന്നെ എടുത്തുദ്ധരിച്ചാൽ, നമസ്കാരത്തിലൂടെ അതിന് ശ്രമിക്കാത്ത ഒരാൾ, അയാളും മനുഷ്യനും ആയിരിക്കെ തന്നെ മൃഗത്തിന് തുല്യമാണ്. കാരണം പ്രത്യേകിച്ച് മൃഗവും മനുഷ്യനും തമ്മിലുള്ളൊരു വ്യത്യാസം, അവനെ സൃഷ്ടിച്ച സൃഷ്ടാവുമായിട്ട് അവന് ബന്ധമുണ്ട്. അതിന് സൃഷ്ടാവുമായിട്ട് അവൻ ബന്ധപ്പെടുന്നത് മറ്റൊന്നിനുമല്ല, അവൻ്റെ ജീവിതത്തിൽ അവന് ജീവിക്കണമെങ്കിൽ, മനുഷ്യനായി ജീവിക്കണമെങ്കിൽ അള്ളാഹുമായിട്ട് ബന്ധമാണ്. മൃഗതുല്യമായൊരു ജീവിതത്തിന് മനുഷ്യന്, അതല്ലെങ്കിൽ മൃഗത്തിന് സമാനമായൊരു ജീവിതത്തിന്, അതിൻ്റെ ദുരർത്ഥത്തിലല്ല ഞാൻ പറയും, നല്ല ശരിയായ അർത്ഥത്തിൽ തന്നെ, ആർക്കും ഉപകാരവും ദോഷമൊന്നും ഇല്ലാതെ തന്നെ സാധാരണ മൃഗങ്ങളെപ്പോലെ ജീവിക്കുകയാണെങ്കിൽ അയാൾക്ക് അള്ളാഹുമായിട്ട് പ്രത്യേകിച്ച് ബന്ധത്തിൻ്റെ ആവശ്യം ഇല്ല. അള്ളാഹുമായിട്ടുള്ള ബന്ധം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന് എന്ത് റോള് എന്ന് മനസ്സിലാക്കാനാണ്. നമുക്ക് സ്നേഹിക്കുവാനും നമ്മെ സഹായിക്കുവാനും നമ്മുടെ അഭിലാഷങ്ങളും നമ്മുടെ ദുഃഖങ്ങളും കഷ്ടതകളും അരിഷ്ടതകളും ചെന്ന് ബോധിപ്പിക്കുവാനും അതിന് തക്കതായ സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യുവാനും എല്ലാം കഴിവുള്ളവനായ, നമ്മുടെ കൂടെ എപ്പോഴും നിൽക്കുന്ന, ഒരു ഊഷ്മളമായ ബന്ധം പുലർത്തുന്ന ഒരു അള്ളാഹുവിനെയാണ് നമുക്ക് ആവശ്യം. അത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങനെ തന്നു എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിക്കാൻ ശ്രമിച്ചത്. അതിൻ്റെ അവസാന ഭാഗം ഉണ്ടായിരുന്നത്, മറ്റ് ആരും നമ്മോട് വിശദീകരിക്കാത്തൊരു കാര്യം, അള്ളാഹു നമ്മെ സ്നേഹിക്കുന്നു, നാം അള്ളാഹുവിനെ സ്നേഹിക്കണം. ഇത് നമ്മുടെ പ്രകൃതത്തിലുള്ളതാണ്, അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ സുപ്രധാന ലക്ഷ്യം അതാണ്. ആ ഒരു സ്നേഹത്തെ എങ്ങനെ സ്ഥാപിക്കാം, അതിനെന്തെല്ലാം ഘട്ടങ്ങളുണ്ട്, ആ സ്നേഹം നമുക്കുണ്ടോ, അള്ളാഹുവിനോടുണ്ടോ, അള്ളാഹ് നമ്മെ സ്നേഹിക്കുന്നുണ്ടോ, ഒന്ന് നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്നുള്ളതിന് മാനദണ്ഡങ്ങൾ എന്ത്, എങ്ങനെ നമുക്ക് തിരിച്ചറിയാം, മറ്റൊന്ന് അള്ളാഹു നമ്മെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം. ഇതിനുള്ള വ്യക്തമായിട്ടുള്ള പാഠങ്ങൾ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് നൽകി. അഥവാ മുഹബ്ബത്തെ ഇലാഹി, ദൈവിക സ്നേഹം എന്നത് എന്താണ് എന്ന് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മെ പഠിപ്പിച്ചു. അള്ളാഹുവിൻ്റെ സിഫത്തുകളിലുള്ള തർക്കങ്ങളെ മാറ്റി നിർത്തി അതെന്താണെന്ന് മനസ്സിലാക്കി തരിക മാത്രമല്ല, നമ്മുടെ കരങ്ങൾ പിടിച്ച് അള്ളാഹുവിൻ്റെ സന്നിധാനത്തിലേക്ക് നമ്മെ എത്തിക്കുകയാണ് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തിട്ടുള്ളത്. ഇത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാതെ വേറെ ആരും ചെയ്തിട്ടുമില്ല. റസൂലുള്ളാഹി ചെയ്തിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആ കാലഘട്ടത്തിൽ ചെയ്തു, അതിനുശേഷം അതിനെ മാറ്റിമറിച്ചു. ഉദാഹരണമായി, അള്ളാഹുവിന് എല്ലാറ്റിനും ഉണ്ടെങ്കിൽ അള്ളാഹുവിന് കളവ് പറയാൻ കഴിവുണ്ടോ എന്ന കാര്യത്തിൽ മുസ്ലിങ്ങൾ തർക്കിച്ചു. ഞാൻ അതിലേറ്റവും ചെറിയ, അതെനിക്ക് സഭ്യേതരം അല്ലാത്ത, എനിക്ക് പറയാൻ പറ്റിയൊരു വാക്കാണ് പറഞ്ഞത്. അതിനേക്കാൾ മോശമായ കാര്യങ്ങളിലും അള്ളാഹ്ക്ക് കഴിവുണ്ട് എന്നവർ തർക്കിച്ചിട്ടുണ്ട്. തബ്ലീഗ് ജമാഅത്തും സുന്നികളും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു തർക്കമാണത്. അപ്പോൾ അള്ളാഹ് വേണ്ടാത്തത് ചെയ്യും എന്നൊരാൾ വിശ്വസിച്ച പിന്നെ ആ അള്ളാഹുമായിട്ട് എങ്ങനെ ബന്ധം പുലർത്താൻ സാധിക്കും? അങ്ങനത്തെ അള്ളാഹുവിനെ കുറിച്ച് അവന് തെറ്റിദ്ധാരണകൾ ഉണ്ടാകുമ്പോഴാണ് പിന്നെ അങ്ങനത്തെ ഒരു അള്ളാഹിന് ആവശ്യമില്ലെന്ന് തോന്നുന്നത്. മറ്റൊന്ന്, ഇപ്പം നമ്മൾ ദുആ ചെയ്യുന്നത് അള്ളാഹ് സ്വീകരിക്കുമെന്ന് എന്താണ് ഉറപ്പ്? അള്ളാഹുവിൻ്റെ തഖ്ദീർ, അള്ളാഹ് ഒരു വിധി വിധിച്ചിട്ടുണ്ട്, ആ വിധിക്കനുസരിച്ച് അള്ളാഹ് ഓരോരുത്തരുടെയും തലയെഴുത്തുണ്ട്, അതനുസരിച്ച് നടക്കും എന്ന് തെറ്റിദ്ധരിച്ച മുസ്ലിങ്ങളാണ് ഭൂരിഭാഗവും. അള്ളാഹിൻ്റെ വിധി നമുക്ക് മാറ്റാൻ പറ്റില്ല. പിന്നെ എങ്ങനെ നമ്മൾ അള്ളാഹുമായിട്ട് ബന്ധം പുലർത്തേണ്ട ആവശ്യമില്ല? അള്ളാഹ് നേരത്തെ തന്നെ ഒരു സംഗതി റെക്കോർഡ് ചെയ്ത് അത് പ്ലേ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ക്രൂര വിനോദിയാണ് എന്നല്ലാതെ വേറെന്ത് പറയാൻ പറ്റും? അബ്ദുല്ലാ ദാലിക്. അത്തരത്തിലുള്ള ഒരു ചിന്താഗതിയിൽ നിന്ന് നമ്മെ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം സംരക്ഷിക്കുന്നു. അത് ഖുർആനിലുള്ളത് തന്നെ, പക്ഷെ അത് എടുത്ത് കാണിക്കുന്നു. എങ്ങനെയെന്ന് വെച്ചാൽ, ഭൂമിയിലുള്ളത് തന്നെയാണ് ഇക്കാലത്ത് പുതുതായിട്ട് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഭൂമിയിലുള്ളത് നേരത്തെ ആരും കണ്ടിരുന്നില്ല, അന്ന് അതിൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. അള്ളാഹുവിനെ കുറിച്ച് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള തെറ്റിദ്ധാരണകൾക്കുള്ള ഉത്തരങ്ങൾ പൂർവ്വകാലത്തുണ്ട്, പക്ഷേ തെറ്റിദ്ധാരണ പിന്നീടാണ് ഉണ്ടായത്.
നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷമാണ് ഉണ്ടായത്. അതുകൊണ്ട് അതിൻ്റെ ഉത്തരങ്ങൾ ഖുർആനിൽ നിന്ന് കാണേണ്ടത് അനിവാര്യമായിരുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളിൽ നിന്ന് കാണേണ്ടത് അനിവാര്യമായിരുന്നു. പ്രവാചകന്മാരുടെ വിശുദ്ധ ജീവിതത്തിൽ നിന്ന് കാണേണ്ട അനിവാര്യമായിരുന്നു. അതുകൊണ്ട് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ മുമ്പാകെ വെച്ചു. ഇവിടെ മറ്റ് ആളുകൾ കണ്ട അള്ളാഹുവിനെ അല്ല മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം കാണിച്ചത്. മറ്റൊരു പ്രധാന കാര്യം, അള്ളാഹു ഉണ്ടാകാം എന്ന ധാരണയിൽ നിന്ന് അള്ളാഹ് ഉണ്ട് എന്ന് നേരിട്ട് കാണിച്ചു തരും പോലെയാണ് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രവചനങ്ങൾ മൂലം അത് നമുക്ക് വെളിപ്പെടുത്തിയത്. അത് വേറെ ആരെക്കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അത് അനുഭവവേദിതമായ യാഥാർത്ഥ്യങ്ങളിലൂടെ അള്ളാഹു ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് കാണിച്ചു തന്നു. അള്ളാഹു മുത്തക്കല്ലിമാണ്, അള്ളാഹു സംസാരിക്കുന്നവനാണ് എന്ന് പഠിപ്പിച്ചാൽ അള്ളാഹു സംസാരിച്ചത് ഇന്ന് എന്താണെന്ന് ജീവൽ ഭാഷണത്തെ നമുക്ക് കാണിച്ചു തരികയാണ്. മറ്റത് പൂർവ്വകാലത്തുള്ള കഥകളോ അതല്ലെങ്കിൽ പൂർവ്വകാലത്തുള്ള സത്യങ്ങൾ തന്നെയോ ഉണ്ടെങ്കിലും ജീവൽ ഭാഷണത്തെ കാണുവാനായി മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മെ സഹായിക്കും. ഈ ഒരു ദൈവിക കാര്യം മനസ്സിലാക്കുന്നതുകൊണ്ട് എന്താണ് അതുകൊണ്ട് നേട്ടം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ മലക്കുകളെ കുറിച്ചുള്ളത്, മലക്കുകൾ ആരാണ്, നമ്മുടെ ജീവിതത്തിൽ അവർ നമ്മെ എങ്ങനെയാണ് സഹായിക്കുന്നത്, നമുക്കവരോട് ട്യൂൺ ചെയ്ത് എങ്ങനെ പോകാൻ കഴിയും. ട്യൂൺ ചെയ്ത് പറഞ്ഞാണ്ട് ടോണിംഗ് ഫോർക്ക് സാധാരണ അങ്ങനെ അടിച്ചാൽ ഒരു ഫോർക്കിൻ്റെ ഒരു സൈഡ് അടിച്ചാൽ മറ്റേ സൈഡ് അതിൻ്റെ കൂടെ ട്യൂണിങ്ങിൽ രണ്ടുകൂടി ചേർന്ന് വരും, അതേ സൗണ്ട് വരും. ഇതേപോലെ മലക്കുകളുടെ പ്രവർത്തനങ്ങളുടെ കൂടെ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്നും നമ്മുടെ പ്രവർത്തനങ്ങളുടെ കൂടെ മലക്കുകൾ പ്രവർത്തിക്കുമെന്നും മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ജീവിതത്തിലെ അനുഭവവേദിതമായ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചു തന്നുകൊണ്ട് ഖുർആന്റെ ജ്ഞാനങ്ങൾ നമുക്ക് നൽകി. ആ ഒരു മലക്കുകളുടെ വിശ്വാസമോ അതല്ലെങ്കിൽ മലക്കുകൾ ദേവീ ദേവതകളെ പോലെയാണെന്ന് മൗദൂസായി പറയുന്നു. മലക്കുകൾ ചില സമയങ്ങളിൽ മനുഷ്യരെ പോലെ അബദ്ധങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് ചിലർ വിശ്വസിക്കുന്നു. മലക്കുകളിൽ ഏറ്റവും വലിയ മുദരിസായിരുന്നു മുമ്പ്. അതായത് ഓരോരുത്തർ അവനവൻ്റെ ചിന്ത അനുസരിച്ചാണല്ലോ നോക്കുക. മലക്കുകൾക്ക് കിതാബ് ഓതി കൊടുത്തിരുന്ന മുദരിസായിരുന്നു ഇബ്ലീസ് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഞാൻ പറയുമ്പോൾ ചില ആൾക്കാർക്ക് അന്തം വിടാം, അങ്ങനെ ഉണ്ടോ? ഉണ്ട്. നമ്മളെ ഇസ്ലാമിക ചരിത്രം എന്ന് പറഞ്ഞിട്ട് ഒരു സമ്പൂർണ്ണ ഇസ്ലാം ചരിത്രമുണ്ട്. ഒരു ഹിന്ദു സഹോദരൻ ഒരിക്കൽ എന്നോട് ഇസ്ലാമിൻ്റെ ചരിത്രം അത് മുഴുവൻ വായിച്ചാൽ കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ വായിക്കരുതെന്ന് പറഞ്ഞാൽ, കാരണം അതിൽ ഇതൊക്കെ ഉള്ളത്, മുദരിസായ ഇബ്ലീസൊക്കെയാണ് അതിലുള്ളത്. അപ്പോൾ അങ്ങനത്തെ മലക്കുകളിൽ വിശ്വസിച്ചിട്ട് എന്ത് കിട്ടും എന്നാണ്. ഇപ്പോൾ ഇബ്ലീസാകാൻ മലക്കിന് പറ്റുമെങ്കിൽ മനുഷ്യന് പിന്നെ അതിൻ്റെ അപ്പുറം ആയിക്കൂടെ എന്നല്ലേ ആലോചിക്കുള്ളൂ. അല്ലെങ്കിൽ മലക്കുകൾ എന്നുള്ള ഒരു കഥകളാണ്, അതിൽ കാര്യമൊന്നുമില്ല എന്ന് വിചാരിച്ച് തള്ളിക്കളി മനുഷ്യൻ. ജീവിതത്തിൽ നമുക്ക് പ്രത്യേകിച്ച് റോളൊന്നും മലക്കിൻ്റെ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ല, റോൾ ഉണ്ട് എന്ന് പറയുന്ന ആരൊക്കെയെന്ന് ആലോചിച്ച് നോക്കി. കയറി വന്ന് ജിബ്രീലുണ്ട്, അസ്രായേലുണ്ട്. ഇത് രണ്ടും എല്ലാവർക്കും വിശ്വാസമുണ്ട്. ജിബ്രീൽ പണ്ട് പണിയെടുത്തിരുന്നു, അസ്രായേൽ ഇപ്പോൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. ഇത്രയുള്ള വ്യത്യാസം. ഇതുപോലെ മലക്കുകളിൽ ചില ആളുകൾ മനുഷ്യനേക്കാൾ മോശമായ പ്രവൃത്തികൾ ചെയ്തതായിട്ടും ചിത്രീകരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല എന്നുള്ള ചിന്താഗതിയിലെത്തുകയോ അല്ലെങ്കിൽ മലക്ക് എന്ന് പറഞ്ഞ സംഗതി തന്നെ വെറുതെ ഒരു സാധനം, എന്തോ ഒരു ചിന്തയാണ്, ഒരു എന്തോസിയാസിക് ചിന്തയല്ലാതെ വേറെ ഒന്നും അതിനകത്തില്ല എന്ന് വിചാരിച്ചു പോകുന്നു. വെറും സൈദ്ധാന്തികമായ കാര്യങ്ങളാണെന്ന് വിചാരിച്ചു പോകുന്നു. പ്രവാചകന്മാർ വിശുദ്ധരാണ്. അവരുടെ ഗുണഗണങ്ങൾ എന്താണ്? അവർ നമുക്ക് എങ്ങനെയാണ് മാതൃകയാകുന്നത്? അവരുടെ പ്രകൃതത്തിൽ തന്നെ അള്ളാഹു വെച്ചിട്ടുള്ള എന്താണ്? അവർ തെറ്റുകാരാണോ, തെറ്റ് ചെയ്യാൻ പറ്റിയവരാണോ, അതോ നിഷ്പാപികളാണോ, അതോ പാപികളാണോ എന്നൊക്കെയാണ് ചർച്ച. അപ്പോൾ പ്രവാചകന്മാർ, ഇപ്പോൾ മരിച്ചുപോയൊരു പ്രവാചകനിൽ വിശ്വസിക്കേണ്ട ആവശ്യം എന്താണ്? ഹിമാലയം ഉണ്ടെന്ന് വിശ്വസിക്കുമ്പോൾ മരിച്ചുപോയൊരു പ്രവാചകനുണ്ടെന്ന് വിശ്വസിച്ച് എന്ത് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അതല്ല ഡൈനോസർ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുമ്പോൾ അല്ല, ഹിമാലയം പിന്നെ ഇപ്പം ഉണ്ടല്ലോ. അതുപോലെ ഒരു വിശ്വാസമാണോ മുൻ പ്രവാചകന്മാരിലുള്ള വിശ്വാസം? അതോ ഇന്ന് നമുക്കതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? മരിച്ചുപോയ മറ്റു പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നത് പോലെ തന്നെയാണോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കേണ്ടത്? അതോ അദ്ദേഹത്തിന് ജീവനുണ്ടോ? ആ ജീവന് നമ്മളുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഇതൊക്കെ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് വിശദീകരിച്ചു തന്ന കാര്യങ്ങൾ. അള്ളാഹുവിൻ്റെ കലാം ഖുർആൻ എങ്ങനെയാണ് ജീവനുള്ളതാകുന്നത്?
നമ്മുടെ ലൈഫിൽ അതിന് എങ്ങനെയാണ് പങ്ക് എന്നല്ല മസീമോദ് വിവരിച്ചത്. അതിലെ ഓരോ വാക്കുകൾക്കും പങ്കുണ്ട് എന്നാണ് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാദം. അത് തെളിയിക്കാൻ സന്നദ്ധമാണെന്ന് മാത്രമല്ല, ജീവിതത്തിലൂടെ തെളിയിച്ച ആയിരക്കണക്കിന് ആളുകളെ മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഖുർആൻ ഓതണോ ഓതണ്ടേ എന്നുള്ള തർക്കം വരുന്ന എപ്പോഴാണ്? അത് നമ്മൾക്ക് അതിൽ ഏതെങ്കിലും ഒരു വാക്ക് നമുക്ക് വേണ്ടാത്ത അതിലുണ്ടോ ഇല്ലെന്ന് സംശയമില്ലെങ്കിലേ ഉള്ളൂ. അങ്ങനെയല്ല, അതിലുള്ള എല്ലാ വാക്കും നമുക്ക് വേണ്ടി തന്നെയാണ് അള്ളാഹ് വെച്ചിട്ടുള്ളത്. അതേ സമയത്ത് ഖുർആന്റെ അർത്ഥം നോക്കണമെങ്കിൽ നമുക്ക് നോക്കാൻ പാടില്ല. നോക്കേണ്ടത് ആരാന്നറിയോ? അവര് ഭയങ്കര നല്ലൊരു മറയാണ് വെച്ചിട്ടുള്ളത്. ആ മറയെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അതന്നെ സത്യം എന്ന് വിചാരിച്ചു പോകും. മസീഹ് മൗഊദ് അതിനെയാണ് പൊളിച്ചു തന്നത്. ഖുർആന് റസൂലുള്ളാഹിക്കാണ് മനസ്സിലായത്, വേറെ ആർക്കും മനസ്സിലായിട്ടില്ല. ഫസ്റ്റ് അതാണ്. അവിടെ തന്നെ പ്രശ്നമുണ്ട്. പ്രശ്നം എന്താണെന്ന് ഞാൻ ആ വിഷയത്തേക്ക് എത്തുമ്പോൾ പറയാം. ഇപ്പോൾ പ്രശ്നമുണ്ട് പറഞ്ഞിട്ട് ആ വിഷയം ഞാൻ എടുത്തു കഴിഞ്ഞാൽ മറ്റു വിഷയങ്ങളിലേക്ക് പോകാൻ കഴിയില്ല എനിക്ക്. പക്ഷെ റസൂലുള്ളാഹിക്ക് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ. അത് സഹാബത്തിനെ പഠിപ്പിച്ചു. സഹാബത്ത് താബീങ്ങളെ പഠിപ്പിച്ചു. അവർ അതിൻ്റെ താബീങ്ങളെ താബീങ്ങളെ പഠിപ്പിച്ചു. ആ സഹാബത്തിന് എന്ത് പഠിപ്പിച്ചു എന്ന ലക്ഷക്കണക്കിന് ഹദീസുകളിലാണ് അതുള്ളത്. ആളുകളുടെ ഓർമ്മശക്തിയിലുള്ളത്, നിവേദനങ്ങളിലാണുള്ളത്. ആ നരേഷനുകൾ അഥവാ നിവേദനങ്ങളെ മുഴുവൻ ഒരുമിച്ച് ചേർത്ത് അത് ശരിയോ തെറ്റോ തർക്കിക്കാനുള്ള വേറൊരു ശാസ്ത്രം. അങ്ങനെ അത് കണ്ടുപിടിച്ച് അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയണമെങ്കിൽ ഈ നിവേദനങ്ങൾ, ലക്ഷക്കണക്കിനുള്ള നിവേദനങ്ങൾ അറിഞ്ഞിരിക്കണം. ആ നിവേദനം ചെയ്ത അതിൻ്റെ 1,00,000 ഹദീസ് ഉണ്ടെങ്കിൽ 6,00,000 നിവേദകർ, അവരെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അവർ സത്യമാണോ പറഞ്ഞിരുന്നത്, അസത്യമാണോ പറഞ്ഞിരുന്നത്, അവരുടെ സ്വഭാവം എന്തായിരുന്നു, വഞ്ചകരായിരുന്നോ ചതിയരായിരുന്നോ, അവരുടെ ജീവിത നിഷ്ഠ എന്തായിരുന്നു, ഇതറിഞ്ഞിരിക്കണം. ഇതിനൊക്കെ പുറമെ ഖുർആൻ മനഃപ്പാഠമായിരിക്കണം. അങ്ങനത്തെ ആൾക്കേ ഖുർആൻ തഫ്സീർ പറയാൻ പാടുള്ളൂ. എന്നിട്ട് അത് പറഞ്ഞാൽ നമുക്ക് അത് കേൾക്കാൻ പറ്റുമോ? പറ്റില്ല. അത് വായിച്ച് ഉസ്താദിൻ്റെ ഉസ്താദിന്ന് പഠിച്ചു വരണം. ആ ഉസ്താദിൻ്റെ പരമ്പര റസൂലുള്ളാഹി വരെ എത്തിക്കുകയും ചെയ്യും. അങ്ങനെയുള്ളൊരു കൺസെപ്റ്റിൽ മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം വരുന്ന സമയത്ത് ഖുർആന് തർജ്ജമ ചെയ്യാമെന്ന ബോധം ആദ്യമായി ലോകത്ത് കൊണ്ടുവന്നത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം. അതിന് മുമ്പ് ഖുർആൻ തർജ്ജമ ചെയ്യണമെന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെ മുസ്ലിം സമൂഹത്തിലില്ല. എനിക്കറിയാം 1965 മലയാളത്തിലുള്ള ട്രാൻസ്ലേഷൻ ആദ്യമായിട്ട് വരുന്നത്. അന്ന് അത് ഹറാമാണെന്ന് പറഞ്ഞ് അടിച്ച നോട്ടീസിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. എങ്ങനെയോ എൻ്റെ കയ്യിൽ കിട്ടിയാണ്. പഴയകാലത്ത് ആൾക്കാരിൽ CN അഹമ്മദ് മൗലവിയുടെ ഖുർആൻ തഫ്സീർ കോഴിക്കോട് വെച്ച് ഉദ്ഘാടനം ചെയ്യുമ്പോൾ, അതിൻ്റെ പ്രകാശന കർമ്മം നടക്കുമ്പോൾ സുന്നികളുടെ വക അത് ഹറാമാണ്, അത് ഇസ്ലാമിനെ പൊളിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞ് അത് ഇവർ മുജാഹിദീങ്ങൾ, അവരുടെ പേരന്ന് വേറെയായിരുന്നു, അവർ കൊണ്ടുവന്ന വഹാബികൾ കൊണ്ടുവന്ന പരിപാടിയാണെന്ന് പറഞ്ഞ് അതിനെ എതിർത്ത ആൾക്കാരുണ്ട്. ഇന്ന് മലയാളത്തിലുള്ള സുന്നികളുടെ തർജ്ജമ വായിച്ച എങ്ങനെയെന്നറിയോ? അതെന്തിനാണെന്ന് വെച്ചാൽ ആ വഹാബിയുടെ തർജ്ജമ വായിച്ച് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ ഖുർആൻ തർജ്ജമ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അടങ്ങറുകൊണ്ടല്ല. ഒരു ഖുർആൻ തർജ്ജമ എനിക്കൊരാൾ തന്ന ഒരു ഹിന്ദു സഹോദരനാണ്. എന്താ വെച്ചാൽ അയാളത് വളരെ വിഷമമായിട്ട് വാങ്ങിക്കൊണ്ടേ, വളരെ വൈകാരികമായിട്ടാണ് വാങ്ങിക്കൊണ്ടത്. പക്ഷേ അതിൻ്റെ ആദ്യത്തെ പേജിൽ തന്നെ ഇത് അമുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് ആമുഖത്തിൽ എഴുതിയിരിക്കണം. അതുകൊണ്ട് അത് എനിക്ക് കൊണ്ട് തന്ന. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാൻ പറ്റിയത് വേറെ തരാറുണ്ട്. ഞാൻ നമ്മുടെ തർജ്ജമ എടുത്ത് കൊടുത്ത ആൾക്ക്, അയാൾ അഹമ്മദിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചിന്താഗതിയിൽ നിന്ന് ഖുർആന്റെ തർജ്ജമ ചെയ്യാമെന്ന് മാത്രമല്ല, പഠിക്കാതിരുന്നാൽ അവൻ അഹമ്മദിയത്തിൻ്റെ യഥാർത്ഥ പന്ഥാവിൽ എത്താൻ കഴിയില്ല എന്നാണ് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ചത്. ഞാനത് ഓരോ സബ്ജക്റ്റുകൾ പറയുമ്പോൾ പറയാം. ഞാനത് പറയുന്നത് വെച്ചാൽ ഈ സബ്ജക്റ്റിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എന്തിനിപ്പോൾ അള്ളാഹിനെ കുറിച്ച് അങ്ങനെ ക്ലാസ് എടുക്കണം, എന്തിന് മലക്കുകളെ കുറിച്ച് ക്ലാസ് എടുക്കണം, എന്തിന് കലാമ ഇലാഹിയെ കുറിച്ച് ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞാൽ മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം തന്നത് എന്തെന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിലാണ് അതിൻ്റെ റോള്. നമുക്ക് അഹമ്മദിയത്തിൻ്റെ തെർബിയത്തും മറ്റ് പ്രശ്നങ്ങൾക്കൊക്കെ പ്രയാസം വരുന്നത്, അഹമ്മദിയത്ത് വേണമെങ്കിൽ എടുക്കുക, വേണ്ടെങ്കിൽ എടുക്കുക, പള്ളിക്ക് വേണമെങ്കിൽ വരാം, വേണ്ടെങ്കിൽ വരേണ്ട ഒക്കെ പ്രശ്നം വരുന്നത് ഗഹനമായി കാര്യങ്ങൾ പഠിക്കാത്തതുകൊണ്ടാണ്. കാരണം നമ്മുടെ കയ്യിലുള്ള എന്താണെന്ന് നമുക്കറിയാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെ അതിലേക്കൊരു ശ്രദ്ധ നിങ്ങളുടെ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ സബ്ജക്റ്റ് തുടങ്ങി വെച്ചത്.
ഇതിന് ഞാൻ ബേസ് ചെയ്തത് ഖലീഫത്ത് മസീഹ് സാനിയുടെ ചില പ്രഭാഷണങ്ങളാണ്. അതിൽ പ്രധാനമായും ഖലീഫത്ത് സാനിയുടെ ഒരു പ്രത്യേക പ്രഭാഷണം തന്നെ ഇക്കാര്യത്തിലുണ്ട്. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് കാർനാമ എന്നാണ്. അൻവാറുൽ ഉലൂമിൻ്റെ 10ാമത്തെ വാള്യത്തിൽ അത് പുസ്തക രൂപത്തിൽ തന്നെ നിലകൊള്ളുന്നുണ്ട്. ഇതിൽ സാനി റളിയല്ലാഹു തആല അക്കാലത്ത് വിശദീകരിച്ചെങ്കിലും പിന്നീട് ഖലീഫമാർ അതിനേക്കാൾ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ഇൽമിയായിട്ടുള്ള പഠനങ്ങളിൽ ഉലമാക്കളും അതിനെക്കുറിച്ച് പല കാര്യങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം എന്തൊക്കെ നമുക്ക് നൽകി എന്നുള്ളത് ബേസ് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഗ്രന്ഥങ്ങൾ തന്നെയാണ്. അല്ലാത്ത ഒന്നും പുതുതായിട്ടില്ല. ഇതിൻ്റെ ബാഹുല്യം കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വിഷയത്തിൻ്റെ ബാഹുല്യം കൂടെ 15 കാര്യങ്ങളാണ് ഖലീഫത്തുൽ മസീഹ് സാനി തൻ്റെ ഒരു പ്രഭാഷണത്തിൽ എടുത്തു പറഞ്ഞത്. മണിക്കൂറുകളോളം നീണ്ടു നിന്ന ഏകദേശം 100-ലധികം പേജുകളുള്ള പ്രിൻ്റിൽ വന്ന മണിക്കൂറുകളോളം നീണ്ടുന്നൊരു പ്രഭാഷണത്തിൽ 15 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സുഹൂർ പറയാണ്. ഈ 15 കാര്യങ്ങൾ ഞാൻ തിരഞ്ഞെടുത്തതിൽ നിന്ന് തിരഞ്ഞെടുത്ത അടിസ്ഥാനപരമായ ചില കാര്യങ്ങളാണ്. ഇതൊരു രൂപരേഖയാണ്. അതിലൂടെ കടന്നു പോയിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് എത്താൻ കഴിയും. വാസ്തവത്തിൽ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവന്ന വൈജ്ഞാനിക വിപ്ലവത്തിൽ 300 വിഷയങ്ങളാണ് മസീഹ് മൗഊദിൻ്റെ ഗ്രന്ഥങ്ങളിലുള്ളത്. ടൈറ്റിലുകൾ, അതിൻ്റെ ശാഖോപശാഖകൾ വേറുണ്ട്. നമ്മൾ രാത്രിയാകുന്നത് എങ്ങനെ ഒരു സാധാരണ അറിവാണ്. വൈകുന്നേരം സൂര്യൻ ഉദിച്ച് അസ്തമിച്ച് പിന്നെ രാത്രിയായി. പക്ഷെ രാത്രിയാകുന്നതിൽ എന്തെല്ലാം ഘടകങ്ങൾ പ്രകൃതിയിലുണ്ട്, അതിൻ്റെ നമ്മുടെ കാഴ്ചയിൽ ഉള്ള ഘടകങ്ങൾ എന്ത്, പ്രകൃതിയിൽ അങ്ങനെ ഒരു രൂപം വരാനുള്ള ഘടകങ്ങൾ എന്ത്, അതിൽ സൂര്യൻ്റെ പങ്കെന്ത്, ഭൂമിയുടെ പങ്കെന്ത്, മറ്റു ഗോളങ്ങൾക്ക് വല്ല പങ്കുമുണ്ടോ എന്നുള്ള കാര്യങ്ങൾക്ക് വിശദമായിട്ട് വിവരങ്ങളാണ്. അത് മനസ്സിലാക്കുമ്പോഴേ രാത്രിയാകുമ്പോൾ രാത്രിയായി എന്നുള്ള ബോധം ഉണ്ടാവുള്ളൂ. അതേസമയത്ത് രാത്രിയും പകലും എന്ന് പറഞ്ഞാൽ 2 സാധനങ്ങളൊന്നും മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ. ഒരു രാത്രി കഴിയുമ്പോഴേ ഈ രാത്രി കഴിഞ്ഞ എൻ്റെ ജീവിതത്തിൽ നിന്ന് എത്ര കഴിഞ്ഞു എന്നുള്ളത് വക്തിൻ്റെ അഥവാ സമയത്തിൻ്റെ ഫിലോസഫി പഠിച്ച ഒരാൾക്ക് മനസ്സിലാവുള്ളൂ. അവന് ഒന്നുകൂടെ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവൻ്റെ ഓരോ നിമിഷങ്ങളും ഓരോ രാത്രികളാണെന്ന് അവന് മനസ്സിലാക്കാൻ സാധിക്കും. ജീവിതത്തിൽ നിന്ന് കളഞ്ഞു പോകുന്ന ഓരോ നിമിഷങ്ങളും രാത്രികളാണെന്നും അടുത്ത പകൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളവന് ആലോചിക്കേണ്ടി വരും. ഇതുപോലെ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഗ്രന്ഥങ്ങളുടെ ഞാൻ 15 പറഞ്ഞാലും പറയുമെന്ന് എനിക്കറിയില്ല, ക്ലാസ് തുടരുന്നതനുസരിച്ചിരിക്കും. പറഞ്ഞാലും വീണ്ടും അതിൻ്റെ ഗഹനതയിൽ മസീഹ് മൗഊദിൻ്റെ ഗ്രന്ഥങ്ങൾ തന്നെ അവലംബിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ആമുഖം അല്പം കൂടിപ്പോയി. അത് ഞാൻ മനഃപൂർവ്വം തന്നെ ചെയ്തതാണ്. കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ ഇത്രയും പറയാതെ തന്നെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാം എന്ന് കരുതിയാണ്. ഇന്ന് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ 4ാമത്തെ, ഞാൻ നമ്പർ ഇട്ട് വെച്ചതിൽ 4ാമത്തെ അല്ല, മസീഹുവിൻ്റെ 4ാമത്തെ പ്രവൃത്തിയല്ല, നമ്പർ ഇട്ട് വെച്ച് തിരഞ്ഞെടുത്ത് വെച്ചതിൽ 4ാമത്തെ പ്രവൃത്തിയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഒന്ന്, അതെന്തെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ ഭാഷണത്തെക്കുറിച്ചുള്ള വ്യത്യസ്ത ചിന്തകളാണ്. അത് മനസ്സിലാക്കാത്തത് കൊണ്ട് അള്ളാഹുവിൻ്റെ ഭാഷണം എന്താണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങും. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ തവണ ജനാബ് ഷിറാസ് സാഹിബ് വന്ന സമയത്ത് ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഇൽഹാം സാധാരണക്കാരനുണ്ടാവും. അതിനൊരു ഉത്തരവുണ്ടായിരുന്നു. പക്ഷേ ഇൽഹാമിനെ കുറിച്ച് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം എഴുതിയിട്ടുള്ള 26ഓളം സംഗതികളുണ്ട്. ഓരോന്നോരോന്ന് പകുത്തെടുത്താൽ 26ഓളം സബ്ജക്റ്റുകൾ അതിനകത്ത് മസീഹ് അലൈഹി സ്വലാം ഞാൻ കണ്ടെത്തിയാണ്. ബാക്കി ഇഷ്ടംപോലെ വേറെ ഉണ്ടാവാം. അങ്ങനെ പകർത്തി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇൽഹാം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ബാധിക്കുന്നു, നമുക്കൊക്കെ ഇൽഹാം ഉണ്ടാവാൻ പറ്റുമോ, ഉണ്ടായിട്ടില്ലെങ്കിൽ വല്ല കുറവുണ്ടോ, ഉണ്ടായാൽ നമ്മൾ വല്ല സ്ഥാനത്ത് എത്താൻ പോകുന്നുണ്ടോ, ഉണ്ടായ ആളുകൾ ഏത് വിധത്തിലായിരുന്നു ഉണ്ടായിരുന്നത്, ഇൽഹാം ഉണ്ടെന്ന് തെറ്റിദ്ധരിച്ച ആളുകൾക്ക് എവിടെയാണ് അപകടങ്ങൾ സംഭവിച്ചത്, ഇൽഹാമിനെ അള്ളാഹുവിൻ്റെ ഇൽഹാമായിട്ട് മനസ്സിലാക്കിയ ആളുകൾ ഉണ്ടായിരുന്നു, ഷെയ്ത്താൻ്റെ ഇൽഹാമിനെ അങ്ങനെ ഒരു ഇൽഹാമുണ്ട്, ഷെയ്ത്താൻ്റെ ഒരു ഇൽഹാം, നഫ്സിൻ്റെ ഇൽഹാമുണ്ട്. ഇതിലൊക്കെയുള്ള വ്യത്യാസങ്ങൾ എന്താണ്, എന്തിനാണ് അള്ളാഹ് ഇങ്ങനെ ഒരു സംവിധാനം വെച്ചത്, ഇൽഹാമിൻ്റെ സംവിധാനം എന്തിനു വെച്ചു എന്നൊക്കെ ചർച്ചകളാണ്. ഈ സംശയങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞു വന്നത് മുസ്ലിം ലോകത്ത് തന്നെ ഉത്ഭവിച്ചിട്ടുള്ള
വ്യത്യസ്ത ചിന്താ സരണികൾ എന്നതിന് പറയാമെങ്കിലും യഥാർത്ഥ സരണിയിൽ നിന്ന് വ്യതിചലിച്ച വഴികേടിൻ്റെ വഴികൾ എന്ന് സ്ഥാപിക്കാവുന്ന ചില കാര്യങ്ങളാണ്. നമുക്കതിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളെക്കുറിച്ച് ഒന്ന് ചെറുതായിട്ട് ഖലീഫത്തുൽ മസ്താനിയുടെ വിശദീകരണം അനുസരിച്ച് അവലോകനം ചെയ്യാം. ഇൽഹാമിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് പഠിപ്പിച്ചു. വ്യത്യസ്ത ചിന്താഗതികളിലുണ്ടായിരുന്ന ആളുകളെ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം തിരുത്തി. അതിലുണ്ടായിരുന്ന പ്രധാന ചിന്താഗതികളിലൊന്ന്, വളരെ അപകടകരമായിട്ടുള്ള ഒന്ന്, ഇൽഹാം ദൈവികമാണോ ഷൈത്താനിയാണോ എന്ന രണ്ട് കാര്യങ്ങളാണ്. ഷൈത്താൻ ഇൽഹാം ഇറക്കുമോ അള്ളാഹു ഇൽഹാം ഇറക്കും, ഈ രണ്ട് വിധത്തിലുള്ള ഇൽഹാമുകളുണ്ട് എന്നാണ് ജനങ്ങൾ തെറ്റിദ്ധരിച്ചിരുന്നത്. അതിനെവിടെയാണ് തിരുത്തിയതെന്ന് പിന്നീട് പറയാം. മറ്റൊന്ന്, മനുഷ്യർ മനസ്സിലാക്കിയിരുന്ന ഒരു സംഗതി ഇൽഹാം നബിമാർക്ക് മാത്രമാണ് ഉണ്ടാവുക എന്നായിരുന്നു, വേറെ ആർക്കും ഉണ്ടാവില്ല. വേറൊന്ന്, ഇൽഹാം വാക്കിൽ ആകണമെന്നില്ല, വാചികമായ ബോധനമാകണമെന്നില്ല, മറിച്ച് ഹൃദയത്തിൻ്റെ അതല്ലെങ്കിൽ മസ്തിഷ്കത്തിൻ്റെ ചിന്താ മണ്ഡലത്തിൽ ഉദിക്കുന്ന ഒരു ഉണർവാണ് ഇൽഹാം എന്നുള്ള ഒരു ധാരണയുണ്ട്. ഇതൊക്കെ ഇപ്പോഴും ഉള്ളതാണ് പറഞ്ഞാൽ, ഞാൻ ഇല്ലാത്തല്ല, പണ്ടുണ്ടായിരുന്നല്ലോ പറഞ്ഞാൽ, ഇപ്പോഴും ഉണ്ട്. മുസ്ലിങ്ങളെ അങ്ങനെ വിശ്വസിക്കുന്ന ആളുണ്ട്, എന്നോട് തന്നെ ഇക്കാര്യത്തിൽ ചർച്ച ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. മറ്റൊന്ന്, ഇൽഹാമും സ്വപ്നത്തിൻ്റെയും നില വാസ്തവത്തിൽ ചിന്താമണ്ഡലത്തിൻ്റെ ഒരവസ്ഥയ്ക്ക് വേണ്ടി മാത്രം പറയുന്നതാണ്. വാസ്തവത്തിൽ അങ്ങനെ ഒരു സംഗതിയില്ല. ചിന്താമണ്ഡലത്തിൽ സംഭവിക്കുന്ന, അതോ ബുദ്ധിപരമായിട്ട് സ്വപ്നത്തിൽ നമ്മൾ എന്താ കാണുന്നു അതേപോലെ തന്നെ ഒരു അവസ്ഥയാണ് ഇൽഹാമിനുണ്ടാകുന്നത്, രണ്ടും ഒരേപോലെയാണ് എന്ന് വിശ്വസിക്കുകയും, അപ്പോൾ 40-ലൊരു അംശമാണ് സ്വപ്നം, സൽസ്വപ്നം എന്ന് വിശ്വസിച്ചുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ വലിയ വശം എന്ന് കണക്കൂട്ടുന്ന ആളുകളുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ചില ആളുകൾ ഇൽഹാമിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്, വാചികമായിട്ടുള്ള ഇൽഹാമുകൾ ഉണ്ടാവുകയാണെങ്കിൽ അവൻ്റെ ബുദ്ധിപരമായിട്ടുള്ള പുരോഗതിക്ക് അത് എതിരാണെന്നാണ്. കാരണം മനുഷ്യൻ സ്വന്തം ചിന്തിച്ച് കണ്ടെത്തേണ്ട അള്ളാഹ് നേരിട്ട് പറഞ്ഞു കൊടുത്തപ്പോൾ ബുദ്ധിപരമായിട്ട് അവൻ ചിന്തിക്കുന്നില്ല, അതിൽ മാത്രം അവൻ നിലകൊള്ളുന്നൊരവസ്ഥയിലെത്തും. ആ ചിന്താപരമായിട്ടുള്ള പുരോഗതിക്ക് വിഘ്നമാണ് ഇൽഹാം എന്നുള്ള വാദം മുസ്ലിങ്ങളിലുണ്ട്. അത് പുസ്തകങ്ങൾ എഴുതിയ ആളുകളുണ്ട്. പൊതുവെ ജനങ്ങളിലുള്ള നമ്മളെപ്പോഴും ചർച്ച ചെയ്യാവുന്ന ഒന്ന്, സാധാരണ ഗതിയിൽ അഹമ്മദികളായിട്ടുള്ള ചർച്ചയിൽ വരുന്നത് ഇൽഹാം നിന്നുപോയി എന്നുള്ളതാണ്. ഇപ്പോൾ പരിപാടി ഇല്ല അള്ളാഹ്. ഇത് പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പല പ്രഭാഷകരും എടുത്ത് പറയുന്നുണ്ട്, അത് ചർച്ച ചെയ്യാറുണ്ട്. ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഷൈത്താനി ഇൽഹാം ഉണ്ടാവും, ആസ്മാനി ഇൽഹാം ഉണ്ടാവും, അഥവാ ദൈവികമായ ഇൽഹാം ഉണ്ടാവും. പൈശാചികമായിട്ടുള്ള ഇൽഹാമും ദൈവികമായ ഇൽഹാമും, പൈശാചിക ബോധനവും ദൈവിക ബോധനവും രണ്ട് വിധത്തിലുള്ള ബോധനങ്ങളുണ്ട് എന്നാണ് വിശ്വസിച്ചിരുന്നത്. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ പറഞ്ഞത് പൈശാചികമായിട്ടുള്ള ബോധനവുമുണ്ട്, അതേസമയത്ത് ദൈവിക ബോധനവുമുണ്ട്, ദേഹേച്ഛാപരമായിട്ടുള്ള നഫ്സാനി ഇൽഹാമുണ്ട്. ഷൈത്താനി, റഹ്മാനി അഥവാ ദൈവികം, നഫ്സാനി അഥവാ ദേഹേച്ഛാപരമായിട്ടുള്ള മനസ്സിൻ്റെ നമ്മുടെ ഇച്ഛ എന്താണോ ആ ഇച്ഛയനുസരിച്ച് ഇറങ്ങുന്ന ഇൽഹാമുകൾ. ഇത് മൂന്നും ഉണ്ടെന്ന് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. പക്ഷേ അതുണ്ടെന്ന് പറയുമ്പോൾ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് രണ്ട് തരത്തിലാണ് വാസ്തവത്തിൽ ഇൽഹാമുള്ളത്. ഒന്ന് സത്യമായ ഇൽഹാം, ഒന്ന് വ്യാജമായ ഇൽഹാം. സത്യമായ ബോധനം, മറ്റൊന്ന് സത്യബോധനം, മറ്റൊന്ന് വ്യാജബോധനം. ഇതിൻ്റെ കീഴിലാണ് ഈ മൂന്നുള്ളത്. സത്യമായ ഇൽഹാമിൽ ശൈത്താനിയായിട്ടുള്ള ഇൽഹാമും സത്യമായ ഇൽഹാമുണ്ട്. ദൈവികമായിട്ടുള്ള ഇൽഹാം സത്യം തന്നെ. നഫ്സാനി അഥവാ ശാരീരികേച്ഛാപരമായിട്ടുള്ള ഇൽഹാമും ദേഹേച്ഛാപരമായിട്ടുള്ള ഇൽഹാം തന്നെ സത്യമായിട്ടുള്ളുണ്ട്.
ഇനി ഷെയ്ത്താനിയായിട്ടുള്ള വ്യാജ ഇൽഹാമുണ്ട്, നഫ്സാനിയായിട്ടുള്ള വ്യാജ ഇൽഹാമുണ്ട്, ദൈവികമായ വ്യാജ ഇൽഹാം ഉണ്ടാവാറില്ല. ഇനി അതിൻ്റെ ഓരോ വശങ്ങളിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞ 26 ഉണ്ടെന്ന്, അതിൻ്റെ ഏകദേശം നമുക്കിവിടെ ചർച്ച ചെയ്യാവുന്ന, അത് കൂടുതൽ മൈലൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചർച്ച ചെയ്യുന്ന ഉദ്ദേശിക്കുന്നില്ല. സാധാരണഗതിയിൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അവിടെ നമുക്ക് നമ്മളുമായിട്ട് എൻ്റെ ബന്ധത്തെയും മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇത് നമ്മുടെ ലൈഫിൻ്റെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണിത്. ഇൽഹാം എന്നുള്ളത് എങ്ങനെയെന്ന് വെച്ചാൽ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ള കഴിവ് വന്നിട്ടുണ്ട്. പക്ഷെ അതിന് തജ്രുബ അഥവാ പ്രാക്ടിക്കലായിട്ടുള്ള അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന ഒരു അറിവുണ്ട്. ബുദ്ധിപരമായിട്ടൊരു കാര്യത്തിലേക്ക് നമ്മൾ സൈദ്ധാന്തികമായി എത്തിയെങ്കിൽ നമ്മളതിനെ ശരിക്ക് വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുന്നത് സ്വന്തം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ, അതിനെ എക്സ്പീരിയൻസിലൂടെ മനസ്സിലാക്കുമ്പോഴാണ്. ഇത് ഭൗതികമായ ലൗകികമായ ലോകത്ത് നമുക്ക് കാണുന്ന ഒരു സംഗതിയാണ്. അതിലൂടെ മാത്രമേ നമുക്ക് പുരോഗതി പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് എന്ത് തന്നെ ബുദ്ധിപരമായിട്ടൊരു സംഗതിയിൽ എത്താൻ കഴിഞ്ഞാലും ഉറുദു പറയും കർണ കറാന കുച്ചിനി, ചെയ്യാനൊന്നുമില്ല, വേറെ സിദ്ധാന്തപരമായിട്ട് എന്തും പറയാം, നല്ല രസമായിരിക്കും കേൾക്കാൻ. പക്ഷേ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പ്രാക്ടിക്കലായിട്ട് അത് തിരിച്ചറിയുമ്പോൾ മാത്രമാണ് നമുക്ക് ശാരീരികമായിട്ടൊരു കാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മാത്തമാറ്റിക്കൽ റേഷ്യോ പഠിച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ലൈഫിലൊരു മാത്തമാറ്റിക്സ് നമുക്ക് ആവശ്യം വന്ന് ചെയ്യുമ്പോഴേ ഇതൊട്ട് കാര്യമുള്ളൂ. അപ്പോൾ പ്രാക്ടിക്കലായിട്ട് ഒന്ന് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ പിന്നെ കാണാൻ കഴിയുക. ഇതേപോലെ റുഹാനിയായിട്ടുള്ള ലോകത്തെ ഇൽഹാമിന് ഒരു സ്ഥാനമുണ്ട്. അതേ സമയത്ത് അത് ബുദ്ധിയുടെ അതേ സ്ഥാനമാണ്. പക്ഷേ അനുഭവത്തിൻ്റെ സ്ഥാനം എന്നുള്ളത് ആ ഇൽഹാമിയായിട്ട് അള്ള കൊടുക്കുന്ന, കാരണം റുഹാനിയായിട്ടൊന്നും നമുക്ക് കാണാനില്ല, അവിടെ ഇൽഹാമാണ് അടിസ്ഥാനം. അതിനുശേഷം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അനുഭവത്തിൻ്റെ ജ്ഞാനം കിട്ടുന്നത്. ഒന്നുകൂടെ മനസ്സിലാക്കിയാൽ അള്ള പറയാണ് ഇന്ന സംഗതി ഉണ്ടെന്ന്, മലക്കുണ്ടെന്ന് പറയുന്നു, ഇൽഹാമാണ്. ആ മലക്കുമായിട്ടുള്ള ബന്ധം അവൻ്റെ ജീവിതത്തിൽ, ബദർ യുദ്ധത്തിൽ പോയിട്ടുള്ള ആർക്കും മലക്കുകളെ കാണാതിരുന്നിട്ടില്ല. മലക്കുകൾ ഉണ്ടെന്നുള്ള വിശ്വാസം ഇൽഹാമാണ് അവർക്ക് റുഹാനിയായിട്ട്. പക്ഷെ മലക്കുകളെ നേരിട്ട് കണ്ട സഹാബത്തിന് അനുഭവമാണത്. അത്തരത്തിലുള്ള മലക്കുകളെ നേരിട്ട് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൂടെ ജീവിച്ചിരുന്ന സഹാബത്ത്, മസീഹ് മഹദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മലക്കുകളെ ഞാൻ എൻ്റെ ഇക്കണ്ണുകൾ കൊണ്ട് കണ്ടു എന്ന് പറയുന്ന സഹാബത്തുണ്ട്. ഇപ്പോഴും കണ്ടു, മസീഹ് മരിച്ചതിന് ശേഷം വീണ്ടും കണ്ടു എന്ന് പറയുന്ന ആളുകളുണ്ട്. അത് ഇൽഹാമിന് ശേഷം ലഭിച്ചിട്ടുള്ള അനുഭവങ്ങളാണ്. അള്ളാഹുവിൻ്റെ മലക്കുകളെ മുത്തമസ്സിലായി ദിവസത്തിൽ കാണാൻ സാധിക്കുള്ളൂ. അഥവാ മലയാളത്തിൽ പറയും പ്രതിച്ഛായപരമായിട്ട് അതിനെ ഒരു ആലങ്കാരികമായിട്ട് അവരെ നേരിട്ട് കണ്ണുകൊണ്ട് കണ്ട ആളുകളുണ്ട്. അത് ഇൽഹാം ഒരു ഭാഗത്താണെങ്കിൽ മറ്റൊന്ന് അനുഭവത്തിലാണ്. അങ്ങനെ ബുദ്ധിക്കും അനുഭവത്തിനും പരിചയത്തിനും അഥവാ പ്രാക്ടിക്കലിനും ബുദ്ധിക്കുള്ള അതേപോലെ തന്നെ റുഹാനിയായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് ഇൽഹാമിൽ നിന്നും അനുഭവത്തിൽ നിന്നും ലഭിക്കേണ്ടതാണ്. ഇതിനെ എങ്ങനെ ആണ് ഇതിൻ്റെ ഇടയിലുള്ള പ്രശ്നങ്ങൾ, തെറ്റിദ്ധാരണകൾ എന്നാണ് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം